നമ്മൾ ഈ കാണുന്ന സ്ഥലം പാണിയേലി പോരാണ്. പെരുമ്പാവൂർ, എറണാകുളത്തിനടുത്ത്. എറണാകുളത്ത് നിന്ന് ഏകദേശം ഒരു 40-45 കിലോമീറ്ററാണ്. രാവിലെ 8 മണിക്കാണ് ഇവിടെ നമ്മുടെ എൻട്രൻസ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു, ജസ്റ്റ് ഒരു 1/2 കിലോമീറ്ററോളം നടന്നു വന്നു. ഇനി നമുക്ക് ആ സ്ഥലങ്ങളുടെ ബാക്കിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പാണിയേലി പൂരിൻ്റെ ഏകദേശം സെൻറ്ററിലേക്ക് എത്തി. അപ്പം നിങ്ങൾ ഇത്രയും നേരം കണ്ടതുപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ ഒരു കുത്തൊഴുക്കും ആ ഒരു ഭംഗി, നല്ല അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ ഈ വെള്ളം കുത്തി ഒഴുകുന്നതിൻ്റെ സൗണ്ട് ശ്രദ്ധിച്ചോ? അത് കേൾക്കുമ്പോൾ തന്നെ ഏതോ ഒരു വലിയ വെള്ളച്ചാട്ടത്തിനടുത്ത് പോയിരുന്ന ഒരു പ്രതീതിയാണ് നമുക്ക്. അപ്പോൾ ഞങ്ങൾ സ്ഥലങ്ങൾ തന്നെ ഉണ്ടോ, ഈ ഒരു പ്രത്യേക ഏരിയയിൽ കൂടെ വെള്ളം ഒഴുകുകയല്ല, 4 പാടും പരന്ന് ഒഴുകുകയാണ്. പിന്നെ മണ്ണല്ല, ഫുൾ കല്ലാണ്. അപ്പം കല്ല് പക്ഷെ മറ്റുള്ള പല സ്ഥലങ്ങളിലും കണ്ട പോലെ അത്രയ്ക്ക് വഴുക്കലില്ല. അതുകൊണ്ട് പിടിച്ച് നമുക്ക് പോവാം, വലിയ കുഴപ്പമില്ല. പക്ഷെ ഒഴുക്ക് കുറച്ച് ശക്തിയിലാണ്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് വന്നാൽ മതി. പിന്നെ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് പ്രിക്കോഷൻസ് എടുക്കാനൊന്നുമില്ല. പിന്നെ വലിയ ആഴമുള്ള വെള്ളമല്ല, ഒഴുക്ക് കുറച്ച് ശക്തി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഷൂ ഒക്കെ ഇടാതെ വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഈ മൊത്തത്തിൽ കാണുന്ന സ്ഥലങ്ങളുടെ ഇടയിൽ ഫുൾ മരങ്ങൾ, ഇടയിൽ മുഴുവൻ മരങ്ങൾ, അതിൻ്റെ ഇടയിൽ പാറ, അതിൻ്റെ ഇടയിൽ കൂടെയാണ് വെള്ളം ഒഴുകി വരുന്നത്. അയ്യോ, അത് കാണണം, കണ്ട് തന്നെ അനുഭവിക്കണം, അല്ലാതെ പറഞ്ഞാലൊന്നും നമുക്ക് ആ ഒരു കറക്റ്റ് പ്രതീതി കിട്ടില്ല. പോരെന്ന് പറയാൻ കാരണം സ്ഥലപ്പേരാണ് പാണിയേലി. ഈ വെള്ളച്ചാട്ടത്തിന് പോരെന്ന് പറയുന്നത്, അതാണ് പാണിയേലി പോരെന്ന് പറയുന്നത്. ഇവിടുത്തെ സമയം, പോരിലേക്ക് പോകുന്ന സമയം 8 മുതൽ 4 മണി വരെയാണ്. അത് കഴിഞ്ഞ് വന്നാൽ ഇവിടെ കടന്നു പോകാൻ പറ്റില്ല. ഇവിടെ കണ്ടുപോകാൻ ആനശല്യമൊക്കെ ഉള്ളതാണ്. അത് എല്ലാവരും കണക്കൂട്ടി തന്നെയാണ് വരാനുള്ളത്. ഏത് ഗൈഡുകൾ പറഞ്ഞാലും അതനുസരിക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൈഡുകൾ ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലാണ്ട് ഗൈഡുകൾക്ക് വേണ്ടിയല്ല. ചില ഗൈഡുകൾ കണ്ടമാനം ശോഭിതരാകും. അതിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ പോകില്ലെന്ന് പറഞ്ഞ് പോയി കടന്നു പോകുമ്പോൾ അവർ ശോഭിത. അപ്പോൾ പറയും ഞങ്ങൾ പാസെടുത്താൽ വന്നെങ്ങനെയൊന്നും പറഞ്ഞ കാര്യങ്ങളില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഗൈഡുകൾ ഇതൊക്കെ പറയുന്നത്, നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അതും പോരാത്തതിന് മദ്യവെച്ചിട്ട് ആരും വരാണ്ടിരിക്കുകയാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ. ഇവിടെ മരണപ്പെട്ടവരുടെ മുഴുവനും മദ്യവെച്ചിട്ടാണ്. അത് അനുവസ്ഥനാണ് ഞാൻ. 85 ആളെ വരെ ഈ പുഴയിൽ നിന്ന് ഓടി മുങ്ങിയെടുക്കാൻ വന്ന വ്യക്തിയാണ് ഞാൻ. ഗൈഡ്സ് പറയുന്നത് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക, പൂർണ്ണമായിട്ടും അനുസരിച്ച് മാത്രം വരിക. പിന്നെ എനിക്ക് സങ്കടത്തോടു കൂടി, അതിനേക്കാൾ ദേഷ്യത്തോടു കൂടിയും വേറൊരു കാര്യം കൂടെ പറയാൻ എന്താണെന്ന് വെച്ചാൽ, പല സ്ഥലത്തും പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് കവറുകൾ, ഓരോ ബിസ്ക്കറ്റിൻ്റെ കവറുകളുണ്ട്. വളരെ വളരെ ശോചനീയ അവസ്ഥ. എനിക്ക് ഭയങ്കര സങ്കടമായിട്ട്. നമുക്കൊരു സഞ്ചാരിക്ക് അല്ലെങ്കിൽ ഒരു പ്രകൃതി സ്നേഹിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണത്. ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, ഇവിടെയുള്ള എല്ലാ ഗൈഡ്സും നമുക്ക് സപ്പോർട്ടീവാണ്. നമ്മൾ അവരോട് കോപ്പറേറ്റ് ചെയ്ത് നിൽക്കണമെന്ന് മാത്രം. അവർ ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ ഇറങ്ങരുത്, പൊക്കോളാൻ പറഞ്ഞാൽ പൊക്കോണം. കാരണം അവരിവിടെ ജനിച്ചു വളർന്ന ആൾക്കാർ, ഈ പ്രദേശത്ത് തന്നെ ഉള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഫുള്ളായിട്ട് അറിയാം. ഈ സ്ഥലത്തിൻ്റെ, ഈ ലൊക്കേഷൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള വഴി ഞാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നു. ഇത് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോൺ നമ്പറാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. വേറൊരു കാര്യം, ഇത് മറ്റേ സാധാരണ സൂ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലെ മൺഡേ ഹോളിഡേ എന്നുള്ള പരിപാടിയെല്ലാം 365 ദിവസം ഓപ്പണാണ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് 8 മണിക്കാണ് ഓപ്പൺ. 8 മണിക്ക് തന്നെ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിരിക്കും. കുറച്ച് 10 മണി 11 മണി ആകുമ്പോഴത്തേക്കും ചൂട് കൂടും. പാണിയേലി പോരെന്ന് പറയുന്ന ഈ സ്ഥലം പ്രധാനമായിട്ടും ആ പുഴയെ ചുറ്റിപ്പറ്റിയാണ്. അതുകൊണ്ട് വരുന്നവർ ഒരു എക്സ്ട്രാ ഡ്രസ്സ്, തോർത്ത് കാര്യങ്ങളൊക്കെ കരുതുക. നമുക്ക് സൈഡിൽ നിന്ന് കാണുന്നതിനേക്കാൾ ആസ്വാദ്യകരമാണ് നമ്മൾ വെള്ളത്തിലിറങ്ങുന്നത്. സേഫാണ്. ഒരുപാട് വെള്ളം ഒഴുക്കുള്ള സമയത്ത് ഗൈഡ്സ് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല. അപ്പോൾ അല്ലാത്ത സമയത്ത് സേഫാണ്. ഗൈഡ്സ് ഓരോ മൂലയിലും ഗൈഡ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് കുഴപ്പമില്ല. കാടിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വനത്തിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പുഴയെ ഇഷ്ടപ്പെടുന്ന എല്ലാ സഞ്ചാരികളെയും ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. പ്രത്യേകം ഓർക്കുക, ഒരു പ്ലാസ്റ്റിക് കടലാസോ കുപ്പിയോ മുട്ടായി കടലാസോ പോലും ദയവ് ചെയ്ത് ഇവിടെ നിക്ഷേപിക്കാതിരിക്കുക.
അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.